ചൈനീസ് വാസ്തുവിദ്യയുടെ മഹത്വവുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു ഫെങ് ഷുയി. നമസ്കാരം, ഫെങ് ഷുയി സെഗ്മെൻറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഫെങ് ഷുയി മാസ്റ്റർ ഡോക്ടർ ഷാജി കെ നായരാണ്. നമുക്ക് സാർ സ്വാഗതം ചെയ്യാം. നമസ്കാരം സാർ. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ചത് ഔട്ട്ഡോർ പ്ലാന്റ്സിനെ കുറിച്ചും ലാൻഡ്സ്കേപ്പിങ്ങിനെ കുറിച്ചുമാണ്. അത് നമുക്ക് എന്തൊക്കെ രീതിയിൽ അല്ലെങ്കിൽ ഏതൊക്കെ പ്ലാന്റ്സ് നമുക്ക് ഔട്ട്ഡോർ ലാൻഡ്സ്കേപ്പിങ്ങിൽ യൂസ് ചെയ്യാൻ പറ്റും? അതിനകത്ത് മെയിനായിട്ട് നമ്മളെപ്പോഴും വീടിൽ വയ്ക്കുന്ന ചെടികൾ, വീടിൻ്റെ ഫ്രണ്ടിൽ വയ്ക്കുന്ന ഔട്ട്ഡോർ പ്ലാന്റ്സുകൾ നമുക്ക് ചെയ്യുമ്പോൾ അതിന് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞു തുടങ്ങിയതേ ഉള്ളൂ. അതിനകത്ത് നമുക്ക് യൂഫോബിയ പോലത്തെ ചെടികൾ നമ്മുടെ വീട്ടിൽ പല ആൾക്കാരും ഇപ്പോൾ അത് വാങ്ങിച്ച് വയ്ക്കാറുണ്ട്. ഇടയ്ക്ക് വെച്ച് അതിന് ക്യാൻസർ ഉണ്ടാക്കുവാനുള്ള വഴിയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരെല്ലാം കൂടെ എടുത്ത് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെയുള്ള പ്ലാന്റ്സ് ഫെങ് ഷുയി മുഖേന ക്യാൻസർ ഉണ്ടാക്കുന്നതുകൊണ്ടല്ല, ഫെങ് ഷുയി മുഖേന ആ യൂഫോബിയ പോലുള്ള പ്ലാന്റ്സുകൾ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കാം. വീട്ടിൻ്റെ ഫ്രണ്ടിൽ വയ്ക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ അതിനകത്ത് ഈ ഒത്തിരി ചെറിയ ഷാർപ്പ് എഡ്ജുള്ള മുള്ളുകളുണ്ട്. ഇതിൽ നിന്ന് നെഗറ്റീവ് എനർജി സ്പ്രെഡ് ചെയ്യും. എപ്പോഴും നമ്മുടെ ഈ ഇന്ത്യൻ വാസ്തു അനുസരിച്ച് കോടി എന്നൊക്കെ പറയുമ്പോൾ എതിരെ ഉള്ള വീടിൻ്റെ മൂല നമ്മുടെ വീട്ടിലോട്ട് തിരിഞ്ഞിരിക്കുകയാണെങ്കിൽ അവിടുന്ന് നെഗറ്റീവ് എനർജി വീട്ടിലോട്ട് വരും. അത് ഇന്ത്യൻ വാസ്തു അനുസരിച്ച് പണ്ടേ ഉള്ളൊരു സമ്പ്രദായമാണ്. അപ്പം നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നമ്മുടെ വീട്ടിലോട്ട് തിരിഞ്ഞിരിക്കുന്ന ഒരു ഷാർപ്പ് എഡ്ജ് ഉണ്ടെങ്കിലോ ഇതേ അനുഭവമാണ് നമുക്കുണ്ടാകുന്നത്. അപ്പം ഷാർപ്പ് എഡ്ജിൽ നിന്ന് എപ്പോഴും നെഗറ്റീവ് എനർജി സ്പ്രെഡ് ചെയ്യും. അത് ലൈറ്റായിട്ട് നമ്മുടെ വീട്ടിലോട്ട് വരുമ്പോൾ നമുക്ക് തലവേദന, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ആ ഒരു എന്താ പറയുക, ഒരു വല്ലാത്തൊരു അലസത ഉണ്ടാകാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പം അങ്ങനെയുള്ള ചെടികളൊന്നും പ്രധാന വാതിലിൻ്റെ നേരെ മുന്നിൽ വയ്ക്കരുത്. ഓക്കെ. പിന്നെ ഈ പൈനാപ്പിൾ പോലുള്ളരിക്കുന്ന ചെടിയുണ്ട്, അതിൻ്റെയും ഇല ഇങ്ങനെ വന്നിട്ട് ഷാർപ്പ് അങ്ങനത്തെ ചെടികളും വീട്ടിൻ്റെ ഫ്രണ്ടിൽ വയ്ക്കാൻ പാടില്ല. ലെഫ്റ്റിലോ റൈറ്റിലോ വയ്ക്കാം വീടിൻ്റെ, അല്ലെങ്കിൽ ഈ ഇപ്പം ഈസ്റ്റ് ഡയറക്ഷനിലുള്ള വീടാണെങ്കിൽ സൗത്തിലോ നോർത്തിലോ ഒക്കെ നമുക്ക് ആ ചെടികൾ വയ്ക്കാം. പക്ഷെ വീടിൽ നിന്ന് ഫ്രണ്ടിൽ പ്രധാന വാതിലിൽ നിന്ന് പുറത്തോട്ട് നോക്കുക, അത് കാണരുത്. ആ രീതി അനുസരിച്ച് സെറ്റ് ചെയ്യാം. അതായത് ഒരു എന്താ പറയുക, ഒറ്റയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മുള്ളുള്ള ചെടികളൊന്നും വീട്ടിൻ്റെ ഫ്രണ്ടിൽ വയ്ക്കരുത്. അങ്ങനെ വയ്ക്കാതിരിക്കാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുക. ഷാർപ്പ് എഡ്ജ് വരുന്ന ഇലയുള്ള ചെടികൾ, ചെടികളുടെ ഇലകളെന്ന് വെച്ചാൽ ഇങ്ങനെ വന്ന് നല്ല ഷാർപ്പ് എഡ്ജ്. ആന്തൂറിയം ഏറ്റവും വലിയ ഉദാഹരണമാണ്. ആന്തൂറിയം വീട്ടിൻ്റെ ഫ്രണ്ടിൽ വയ്ക്കാൻ പാടില്ല എന്ന് പറയാറുണ്ട്. പല ആന്തൂറിയം ഇതാണ് നല്ല ചെടിയാണ്, വിലപിടിപ്പുള്ളതൊക്കെ ആണെങ്കിലും വീട്ടിൽ നിന്ന് പ്രധാന വാതിൽ നോക്കുമ്പോൾ കാണരുത്. ആ രീതിയിലാണ് വയ്ക്കേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള ചെടികളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അധികം വളരാത്ത ചെടികൾ വീട്ടിൻ്റെ ഫ്രണ്ടിൽ വയ്ക്കാം. അപ്പം റോസ വയ്ക്കാം. റോസയൊക്കെ വരുന്നതെന്ന് പറയുമ്പോൾ അത്രത്തോളം വലിയ മുള്ളല്ല, ചെറിയ മുള്ള റോസ അല്ലെങ്കിൽ മുല്ല, പിച്ചി, ഇങ്ങനെയുള്ള ഐറ്റങ്ങൾ, ചെറിയ കുറ്റിമുല്ലയൊക്കെ വീടിൻ്റെ ഫ്രണ്ടിൽ സെറ്റ് ചെയ്യാൻ ഏറ്റവും നല്ലതാണ്. പിന്നെ എന്താ പറയുക, ഇപ്പോഴുള്ള ആൾക്കാരൊക്കെ വീടിൻ്റെ ഫ്രണ്ടിൽ ഇപ്പോൾ തുളസി തറ സെറ്റ് ചെയ്യാറ്. പണ്ടേതാണ് തുളസി തറ സെറ്റ് ചെയ്യുക. ശരിക്കും പറഞ്ഞാൽ ഈ തുളസി തറ പോലും നമ്മൾ സെറ്റ് ചെയ്യാൻ അതിന് സയൻറ്റിഫിക് എഫക്റ്റ് ഉണ്ട്. പ്രധാന വാതിലിൻ്റെ നേരെ ഫ്രണ്ടിലായിരിക്കും, നേരെ ഫ്രണ്ടിലാണ് എപ്പോഴും വെക്കുന്നത്. നമ്മൾ ഡോർ തുറക്കുമ്പോൾ ആദ്യം കാണണം. അതിനകത്ത് ചില ആൾക്കാർ വൈകുന്നേരം വിളക്ക് കത്തിക്കാറുണ്ട്. വിളക്ക് കത്തിക്കണമെന്ന് നിർബന്ധമില്ല. ഈ തുളസിത്തറ വയ്ക്കുമ്പോൾ ഈ എയർ സർക്കുലേഷൻ, നമ്മൾ പുറത്തുനിന്ന് വരുന്ന കാറ്റ് ഈ തുളസി തൈയിൽ തട്ടി വീട്ടിൻ്റെ ഉള്ളിലോട്ട് കടന്നു വരുമ്പോൾ അതിൽ നിന്നുള്ള ഈ തുളസിയിൽ നിന്ന് വരുന്ന ആ ഒരു പോസിറ്റീവ് എനർജി, അത് മെഡിസിനൽ പ്ലാന്റും കൂടെയാണ്. അതെ, തുളസി പവർഫുൾ അല്ലേ. അതിനകത്ത് അതിൽ തട്ടി വീട്ടിൻ്റെ ഉള്ളിലോട്ട് കടന്നു വരുമ്പോൾ എന്താ പറയുക, ബാക്ടീരിയ, വൈറസ് എന്നിവയെ നശിപ്പിക്കുവാനുള്ള കഴിവ്. സാറിന് ഞങ്ങളൊക്കെ വീട് ക്ലെൻസ് ചെയ്യാൻ പറയാറുണ്ട്. ചില വീടുകളെ ക്ലെൻസ് ചെയ്യാൻ വേണ്ടി തുളസിയുടെ ഇത് തന്നെ ഒരു പിടി തുളസിയുടെ എടുത്തിട്ട് ഭിത്തികളിൽ കൂടെ ഇങ്ങനെ ഉരയ്ക്കാൻ പറയാറുണ്ട്. ചില വീടുകളിൽ അങ്ങനെ നോർമലി ക്ലെൻസിങ് നമ്മൾ പറയാറ് കല്ലുപ്പ് കലക്കിയ വെള്ളം കുടയാനേ പറയാറുള്ളൂ. ചില വീടുകളിലൊക്കെ ഈ രൂക്ഷമായിട്ടുള്ള അസുഖങ്ങളൊക്കെ ബാധിച്ച് കിടക്കുന്ന ആൾക്കാരുടെ വീടുകളിൽ ഇതേപോലെ തുളസിയില പിടി കെട്ടിയിട്ട് ഭിത്തികളിൽ ഉരയ്ക്കാൻ പറയും, ഭിത്തികളിങ്ങനെ അടിക്കാൻ പറയും. അത് ഏറ്റവും വലിയൊരു ഇതാണ്, നല്ലൊരു പോസിറ്റീവ് എനർജി ക്രിയേറ്റർ. ഈ തുളസി അല്ലാതെ വേറെ ഏത് പ്ലാന്റ് ഇതുപോലെ തുളസിക്ക് പകരം? ഇപ്പോൾ ഈ എന്താ പറയുക, നമ്മൾ തമിഴ്നാട് ഭാഗങ്ങളിലൊക്കെ തുളസിക്ക് വരും വേപ്പൊക്കെ അവർ വയ്ക്കുന്നുണ്ട്. സെയിം എഫക്റ്റാണ് അതിനകത്ത്. വേപ്പ് മരം നല്ലതാണെന്ന് പറയും കോമ്പൗണ്ടിൽ ചുറ്റും. കാരണം സെയിം ഇതാണ്, അതിൽ തട്ടി വരുന്ന കാറ്റ് നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിലോട്ട് കയറുമ്പോൾ ഒരു നല്ലൊരു എനർജി ക്രിയേറ്റർ. അതിലൊരു കൂവളമൊക്കെ വയ്ക്കുന്നുണ്ട്. പണ്ടുള്ള ആൾക്കാരുടെ വീട്ടിലൊക്കെ കൂവളം നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ വയ്ക്കാറുണ്ട്.
ഇന്നലെ തന്നെ ഞാൻ ചെട്ടികുളങ്ങര ഒരു വീടിൻ്റെ കാര്യം ഞാൻ പറഞ്ഞായിരുന്നു. ആ വീടിൻ്റെ ഫ്രണ്ടിലും ഇതേപോലെ ഒരു കൂളം വെച്ചിട്ട് അതിലൊരു ഇതൊക്കെ ഉണ്ട്, ആ തറയൊക്കെ ഉണ്ടാക്കിയിട്ട് വിളക്കൊക്കെ കത്തിക്കുന്നുണ്ട്. പക്ഷേ ഒരു പരിധി വരെ അത് പോസിറ്റീവാണ്, ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്താൽ. അശുദ്ധിയായിരിക്കുന്ന സമയത്തൊന്നും എൻ്റെ മുട്ടിൽ പോകാൻ പാടില്ല, നെഗറ്റീവായി മാറും. അതേപോലെ തന്നെ പല പ്ലാന്റ്സ് നമ്മളെ വീട്ടിൽ ഈ ഗൗളികാത്രം തെങ്ങുണ്ടല്ലോ, നമ്മുടെ ഈ ചുവന്ന കളർ ഇരിക്കുന്ന തേങ്ങ, ഗൗളികാത്രം തെങ്ങ് ഞാൻ ഒരു വീട്ടിലും വയ്ക്കാൻ അനുവദിക്കാറില്ല. കാരണം ഗൗളികാത്രം വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഉപയോഗമില്ലാത്ത സാധനമാണ് ഗൗളികാത്രം. കാരണം അതിൻ്റെ ആ ഭംഗി മാത്രമേ ഉള്ളൂ. ഒരുവിധം വളർന്നു കഴിഞ്ഞാൽ പല ആൾക്കാരും പറയേണ്ട നല്ല ഇളനീര് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ കരിക്ക് വെട്ടി നിങ്ങൾ കുളിക്കാറുണ്ടെന്ന് പറയും. അതിൽ നിന്ന് മുകളിൽ കയറി കരിക്ക് വെട്ടി ഇടുന്ന ആളിന് കൊടുക്കുന്ന ഒരു 10 കരിക്ക് വാങ്ങിക്കേണ്ട ക്യാഷ്. ഗൗളികാത്രം നമുക്കൊരു ഉപയോഗമില്ലാത്ത ഒരു സാധനമാണ്. അതും ശരിക്കും വീടിൻ്റെ മനയ്ക്കകത്ത് ഉപയോഗിക്കാൻ പാടില്ല. അതിനകത്തൊരു ഇടയ്ക്ക് എൻ്റെ ഒരു ഗുരു പറഞ്ഞു തന്നൊരിതാണ്, എത്രത്തോളം സക്സസ് ആകണമെന്നുള്ള കാര്യം എനിക്കറിയില്ല, എന്നാലും സ്വാഭാവികമായിട്ട് ഞാൻ പറയുന്നത്, ഗൗളികാത്രം നിൽക്കുന്ന വീടുകളിലെ ഒരു ആൾക്ക് ചെറിയതായിട്ട് ഡിപ്രഷൻ ഉണ്ടാവുമെന്ന് പറയാറുണ്ട്. അതായത് ഓവർ ടെൻഷൻ, അതും പുരുഷന്മാർക്കാണ്. ഗ്രഹനാഥന് ഓവർ ടെൻഷൻ ഉണ്ടാവുമെന്നാണ് പറയാറ്. അങ്ങനെ പലർത്തും ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അങ്ങനെ ഞാനത് കുറേ വീടുകളിൽ ഞാൻ നോക്കുകയും ചെയ്തിട്ടുണ്ട്. ഗൗളികാത്രം നിൽപ്പോണ്ട് വീട്ടിൽ ആർക്കെങ്കിലും പ്രോബ്ലം ഉണ്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് ദേഷ്യം വരാറുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇത് ചെയ്യാറുണ്ട്, ഉണ്ട് പറയാറുണ്ട്. അപ്പം പല അങ്ങനെ ഒരു കാരണം വെച്ചാൽ അവരുടെയൊക്കെ എക്സ്പീരിയൻസിൻ്റെ വകയായിട്ടായിരിക്കും അവർ പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഗൗളികാത്രം അതുകൊണ്ട് വീട്ടിൽ വയ്ക്കാതിരിക്കുന്നത് ബെറ്റർ. അതേപോലെ തന്നെ കൂവളവും വീട്ടിൽ വയ്ക്കാതിരിക്കുന്നത് നല്ലതാണ്. കൂവളം ക്ഷേത്രത്തിലൊക്കെ നിൽക്കേണ്ടതാണ്. വീട്ടിൽ വയ്ക്കുന്നതിന് തെറ്റില്ല. 5 സെൻറ്റ് സ്ഥലം ഉള്ളിടത്തൊന്നും കൊണ്ട് വയ്ക്കാൻ നിൽക്കുക. അല്ലാത്ത ദൂരോട്ടൊക്കെ അല്പം സ്പേസൊക്കെ കൂടുതലുണ്ടെങ്കിൽ അവിടെ നമുക്ക് അത് വയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ പടർന്ന് കയറുന്ന ചെടികൾ, ഈ അതെ, അതേപോലുള്ള ചെടികളൊക്കെ നമ്മൾ ചില ആൾക്കാർ വീടിനോട് ചേർത്ത് വെച്ചിട്ട് വീട്ടിലോട്ട് ബാൽക്കണിയിലൊക്കെ പടർത്തി വിടും. മണി പ്ലാന്റ് പോലത്തെ പ്ലാന്റ്സ് ഒക്കെ. മണി പ്ലാന്റ് ഞാൻ അനുവദിക്കാറില്ല. പല വീടുകളിലും ഞാൻ വയ്ക്കാൻ പാടില്ല എന്ന് പറയാറുണ്ട്. മണി പ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പം, മണി പ്ലാന്റ് ഭയങ്കര കോമൺ ആയിട്ട് എല്ലാവരും വീട്ടിൽ വെക്കുന്നുണ്ട്. ശ്രദ്ധിച്ചാൽ ഗുണമാണ്, പക്ഷെ അതേപോലെ ദോഷമുണ്ട് അതിനകത്ത്. മണി പ്ലാന്റ് വളർന്നു പോകുന്നത് എങ്ങനെയാണ് വളരുന്നത്? മുകളിലോട്ടല്ലേ വളരുന്നത്. ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ സാധാരണ ഒരു പഴയ ആൾക്കാരൊക്കെ ഈ ട്യൂബ് എടുത്തിട്ട് അതിനകത്ത് ചരട് ചുറ്റിയിട്ട് അതിൽ കൂടെ പടർത്തി വിടാറുണ്ട് അല്ലേ. ഇത് ഈ മണി പ്ലാന്റ് പടർന്ന് വരുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇനി ശ്രദ്ധിക്കുക. മണി പ്ലാന്റ് ഇങ്ങനെ വളർന്നു വരും, എന്നിട്ട് ആ ഇല മുകളിലോട്ട് വരും അല്ലേ. അപ്പം ശരിക്കും പറഞ്ഞാൽ മണി പ്ലാന്റ് അതിൻ്റെ പേരിൽ തന്നെയുണ്ട്, നമ്മുടെ സാമ്പത്തികം ഉയരുവാൻ വേണ്ടി ഉപയോഗിക്കുന്നതെന്ന് പേരിൽ തന്നെയുണ്ട് അല്ലേ. സാമ്പത്തികം വരുവാനുള്ളൊരു പ്ലാന്റാണ്. ഇതിങ്ങനെ ഉയർന്നു പോകും. ഈ കുറച്ചിങ്ങനെ ഈ എന്താ പറയുക, അതിൻ്റെ തണ്ട് ഇങ്ങനെ വളർന്നു വന്നിട്ട് ഇതാടണം മൂട്ടിലോട്ട് വീണിട്ട് പിന്നെ ഇങ്ങനെയാണ് പൊടിച്ചു വരുന്നത്. ഓർമ്മയുണ്ടോ? അപ്പം അതുകൊണ്ട് എപ്പോഴും അത് താഴോട്ട് പോയതിന് ശേഷമേ മുകളിലോട്ട് കയറി വരുള്ളൂ. വെറ്റില പല വീടുകളിലും നട്ടിട്ടുണ്ട്, അതും ഇതേപോലെയാണ് സംഭവം. അതുകൊണ്ട് അവർ കൂടെ വെറ്റിലയുടെ ചെടി ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ ഇറക്കി വെച്ച് അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാറുണ്ട്. എപ്പോഴും വെറ്റില മുകളിലോട്ട് മാത്രമേ വളരുള്ളൂ, താഴോട്ട് വീഴത്തില്ല. അതേപോലെ കെയർ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ മണി പ്ലാന്റ് ബെറ്റർ ഉപയോഗിക്കുക. പക്ഷെ പല ആൾക്കാരും ഇപ്പോൾ എന്താ പറയുക, ഇപ്പം നമ്മുടെ ഈ പ്രോഗ്രാം തന്നെ ടി വിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നു, മണി പ്ലാന്റ് വെച്ചാൽ കൊള്ളാം, നാളെ കൊണ്ടവിടെ വയ്ക്കും. 1 മാസം കഴിഞ്ഞിട്ടായിരിക്കും ഇങ്ങനെയാണോ ഈ പ്ലാന്റ് നോക്കുന്നത്. ആരും ശ്രദ്ധിക്കത്തില്ല. പല കാര്യവും ഇപ്പം ഈ പ്രോഗ്രാം അവതരിപ്പിക്കുന്നതുകൊണ്ട് എനിക്ക് നല്ലവണ്ണം അറിയാം. പല കാര്യവും ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. തിരിച്ച് ആ വീട്ടിൽ എന്തെങ്കിലും പോകേണ്ട ഒരു അവസരം കിട്ടിയാൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന എല്ലാം തലവത്തന്നെ അവിടെ ചെയ്തു വെച്ചിട്ടുള്ളത്. കറക്റ്റ് ഇൻഫർമേഷൻ ഇല്ലാത്തതുകൊണ്ട് അത് എന്നിട്ട് ഞാൻ പറയാറുണ്ട്, നിങ്ങൾ എന്നെ വിളിച്ച് ചോദിച്ചിട്ടേ കാര്യങ്ങൾ ചെയ്യാവൂ. അല്ലാതെ എന്തെങ്കിലും ഒന്ന് നമ്മൾ ഈവൻ ഞാൻ പലയിടത്തും പറയാറുണ്ട്, 1 ഗ്ലാസ് വെള്ളം നമ്മൾ കുടിക്കാനെടുക്കുന്നു, അത് കൊണ്ട് വയ്ക്കുന്ന സ്പേസ് പോലും നമുക്ക് സൂട്ടബിൾ അല്ല എങ്കിൽ അപ്പോഴും നമുക്ക് അതിൻ്റെ ഇതറിയാൻ പറ്റും. അത് വളരെ ഇപ്പം എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒരു വീട്, അതിനകത്ത് നേരത്തെ പറഞ്ഞു ഫ്ലൈയിങ് സ്റ്റാർ ഫെങ്ഷുയിൽ പല കോമ്പിനേഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അവർക്ക് കിടക്കാൻ ഉപയോഗിക്കുന്ന വാടകയ്ക്കെടുത്ത വീട്, അവിടെ ഒരു മാസ്റ്റർ ബെഡ്റൂം അല്ലെങ്കിൽ അവർക്ക് കിടക്കാൻ ഉപയോഗിക്കുന്ന ആ റൂമിൽ 2-5 എന്ന് പറഞ്ഞ കോമ്പിനേഷനാണ്. അപ്പം അത് വാടക വീട്, അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അതിന് ഞാനൊരു ഇത് പറഞ്ഞു കൊടുത്തു. നേരെ ഫ്രണ്ടിൽ ഒരു കാർ ഷെഡാണ്. ആ കാർ ഷെഡിൽ ഈ ടാർപ്പയോ അല്ലെങ്കിൽ ഈ ചെടിയുടെയൊക്കെ മുകളിൽ മൂടുന്ന ഒരു പച്ച കളറുള്ള ഇതുണ്ടല്ലോ, അതോ എന്തെങ്കിലും വാങ്ങി ഒന്ന് കവർ ചെയ്ത് കഴിഞ്ഞാൽ ഈ നിൽക്കുന്ന എനർജി അങ്ങോട്ട് മാറും, ഇവിടെ പുതിയൊരു എനർജി ക്രിയേറ്റ് ആവുമെന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ടും എല്ലാം ഞാൻ കംപ്ലീറ്റ് ചെയ്ത് എഴുതി കൊടുത്തു, റെഡിയായി മാറി. പച്ചയാണ് വിരിക്കാൻ ഞാൻ പറഞ്ഞിട്ട് പോയത്, അത് സൗത്ത് ഈസ്റ്റ് കോർണറാണ്, അവിടെ പച്ചയാണ് ഏറ്റവും ബെറ്റർ. ഞാൻ പോയി അന്ന് പറഞ്ഞു. 2ാമത്തെ ദിവസം എന്നെ പെട്ടെന്ന് വീട്ടിൽ നിന്ന് ഭാര്യയും ഭർത്താവും കൂടെ പറഞ്ഞു, സാറേ പെട്ടെന്ന് വീട് വരെ വരണമെന്ന് പറഞ്ഞു.
ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ രണ്ടും സൂപ്പർ അടിയാണ്. ഞാൻ ഇത് പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് ഇത് മാറി എന്താ ഇവർ തമ്മിൽ ഈ പ്രശ്നം? അപ്പം നിസ്സാര കാര്യമുള്ളൂ അവർ തമ്മിൽ ഭയങ്കര പ്രശ്നം. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇതെന്താ ഇത് സംഭവിച്ചത്? ഞാൻ പുറത്തോട്ട് നോക്കി നോക്കിയപ്പോൾ സാറേ പച്ച കെട്ടിയാൽ കുറച്ച് ബുദ്ധിമുട്ടല്ലേ, അതുകൊണ്ട് കുറച്ച് കളർ ഞാൻ മാറ്റിയെടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് റെഡും വൈറ്റുമായിട്ടുള്ള സാധനം കൊണ്ട് കെട്ടി. ഞാൻ പറഞ്ഞു അഴിക്കാൻ പറഞ്ഞു, എപ്പോഴാണ് അഴിക്കാൻ പറഞ്ഞു. അഴിച്ചിട്ട് പച്ച കൊണ്ട് കെട്ടി. ഇപ്പോൾ ഒരു പ്രോബ്ലം ഇല്ല. കാരണം പറഞ്ഞു വന്നത് കളേഴ്സും അല്ലെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങളും ഇപ്പം ഞാൻ അത്രയും മറയ്ക്കാൻ പറഞ്ഞിട്ട് വന്നു. അവരാ റെഡും വൈറ്റും മറച്ചതുകൊണ്ടാണ് ഈ ഒരു പ്രോബ്ലം ഉണ്ടായത്. അപ്പം അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഏതൊരു കാര്യമായിരുന്നാലും നമ്മളത് കൃത്യമായിട്ട് അറിഞ്ഞതിന് ശേഷം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താമസിക്കുന്ന എല്ലാവരുടെയും ഡേറ്റ് ഓഫ് ബർത്തും വീടിൻ്റെ ഡയറക്ഷൻ നോക്കിയിട്ട് വിളിക്കുക. ഞാനത് വിശദമായിട്ട് പറഞ്ഞുതരാം. നമസ്കാരം.